ഈ കാണുന്നത് അനന്ത് സിംഗ് ആണ്. ബീഹാർ നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ ദിവസം. അനന്ത് സിംഗിനെതിരെ നിലവിൽ നമുക്കറിയാവുന്ന, അതായത് പൊതുരംഗത്തുള്ള കേസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 7 കൊലപാതക കേസുകൾ, കൊലപാതക ശ്രമത്തിന് 11 കേസുകൾ, കലാപശ്രമത്തിന് 9 കേസുകൾ, തട്ടിക്കൊണ്ടുപോകലിന് 4 കേസുകൾ, ഗുണ്ടാവൃത്തിക്ക് 2 കേസുകൾ, ആകെ ടോട്ടൽ 38 കേസുകൾ. 38 കേസ്. വെറും 38 കേസ് പോക്കറ്റിലിട്ടുകൊണ്ടാണ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ജയിലിൽ നിന്ന് നിയമസഭയിലോട്ട് പോണത്. എങ്ങനെ ഇരിക്കണ്? ഇതെവിടെ നിന്നല്ലേ? നമ്മുടെ സ്വന്തം ബീഹാറിൽ. എങ്ങനെ ഇരിക്കണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ നിൽക്കുന്നവർക്കുള്ള റെസ്യൂമിൽ ഈ ഹൈ പ്രൊഫഷനിലുള്ള ക്രിമിനൽസൊക്കെ ആയിരിക്കണം എന്ന് വല്ല നിയമം ഉണ്ടാവണോ? അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെയല്ലേ, ഒരു ജനാധിപത്യ നാടാകുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം, എന്നാലേ അത് ജനാധിപത്യ നാടാവുള്ളൂ. നടക്കട്ടെ എന്തായാലും. ഇവരൊക്കെ ആരെ കൊണ്ടായിട്ട് ആരെ നെഞ്ഞത്തിട്ടിട്ടാണോ ഭരിക്കണത്? ഓലൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ ദൈവമേ കാത്തോണേ.